കറൂറ്റി പഞ്ചായത്തിന്റെ 13, 14 വാർഡുകളിൽ പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. അതീവ ഗുരുതരമായിട്ട് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ കൃഷിനാശം വ്യാപകമായി സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രദേശം തന്നെ ഒരു 2-3 മിനിറ്റിലുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ വലിയ തോതിലുള്ള നാശനഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിരവധി വീടുകളുടെ മേലെ മരങ്ങൾ വീഴുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കൃഷി വലിയ തോതിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൃഷി ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, അതുപോലെ വില്ലേജ് ഓഫീസ് എല്ലാവരുടെയും നേതൃത്വത്തിൽ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ഇതിൻ്റെ അടിയന്തരമായിട്ട് നമുക്ക് റോഡ് പല ഭാഗങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. റോഡിലേക്ക് ഉൾപ്പെടെ മരങ്ങൾ വീണ് കിടക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം പല ഭാഗങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ട് വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈ തടസ്സങ്ങളൊക്കെ അടിയന്തരമായിട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷി നാശം സംഭവിച്ചതും അതുപോലെ തന്നെ വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളും അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിശോധനകൾ നടത്തി നമുക്ക് ഇത് സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഇന്ന് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിഷയം കൊണ്ടുവരുന്നതാണ്. ആളുകൾക്ക് അടിയന്തരമായിട്ട് ഈ സംഭവിച്ചിരിക്കുന്ന നാശത്തിന് അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവും. 13, 14 വാർഡുകളിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് മൂലം വൻ നാശനഷ്ടങ്ങളാണ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത്. 13-ാം വാർഡിലാണെങ്കിൽ ST കോൺവെന്റ്, അതുപോലെ ചാപ്പല്, അതുപോലെ 14-ാം വാർഡിലെ അമ്പലങ്ങൾ, പള്ളി, അതുപോലെ വീടുകൾക്ക് 10ഓളം വീടുകൾക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഇലക്ട്രിക് പോസ്റ്റുകൾ മറിയുകയും വൈദ്യുതി എല്ലായിടത്തും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തെ ഒരു വർക്കോട് കൂടി മാത്രമാണ് ഈ വാർഡുകളിലേക്കുള്ള വൈദ്യുതിയൊക്കെ പുനഃക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഈ വിവരം അറിഞ്ഞ വഴി തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും അവരെ എത്രയും പെട്ടെന്ന് എത്തുകയും റോഡിലേക്കുള്ള ബ്ലോക്കുകളൊക്കെ മാറ്റി തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ 14-ാം വാർഡിലുള്ള ഒത്തിരി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീടുകൾക്കുള്ള നാശനഷ്ടങ്ങളൊക്കെ വില്ലേജ് ഓഫീസറും അതുപോലെ കൃഷി ഓഫീസറും നമ്മളോടൊപ്പം എത്തുകയും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ നമ്മുടെ ബഹുമാനായ അങ്കമാലിയുടെ MLA റോജി M. ജോണും നമ്മളോടൊപ്പം എത്തുകയും എല്ലാ വീടുകൾ സന്ദർശിക്കുകയും ഇവർക്ക് വേണ്ട നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് MLA എടുക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കറൂറ്റി പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഞ്ചായത്തും ചെയ്യും. എന്തായാലും ഒരു ഭാഗത്തിൻ്റെ ഒരു വാർഡിൻ്റെ മൊത്തം ഭാഗമാണ് നമുക്ക് നഷ്ടപ്പെട്ട പോലെ കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ഈ നാശനഷ്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കും. അതുപോലെ തന്നെ 14 ജിഷ മെമ്പറുടെ വാർഡിലാണ് സർവനാശം വിതച്ച ഒരു 9:45 കൂടി കറൂറ്റി പഞ്ചായത്തിലെ ആ 2 വാർഡിലും വലിയ രീതിയിലുള്ള ഒരു 2 മിനിറ്റോളൊക്കെ നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ കറങ്ങി പോകുന്ന ചുഴലിക്കാറ്റാണ് സംഭവിച്ചത്. ഒരു 10ഓളം വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രവും അതുപോലെ തന്നെ അവിടുത്തെ സെൻറ്റ് സേവിയേഴ്സ് പള്ളിയുടെ കീഴിലുള്ള കപ്പേളയ്ക്കും അതിനോടൊപ്പം ST കോൺവെന്റ്, ഇവിടെ വിവിധ പറമ്പുകളിൽ ഒരു പ്രഭാകരൻ എന്നൊക്കെ പറയുന്ന ചേട്ടൻ്റെ വീടുമേക്ക് പുളിമരം മറിഞ്ഞു വീണ് വലിയ രീതിയിൽ വയ്യാതിരിക്കുന്ന ആളാണ്. ആളുടെ വീട്ടിലേക്കൊക്കെ ഈ 14-ാം വാർഡിൽ ഒരു 10-15ഓളം വീടുകളിൽ തന്നെ എല്ലാ രീതിയിലും തകർന്ന മാതിരിയാണ് വീടുകൾ കിടക്കുന്നത്. സർവ്വ പറമ്പുകളിലെയും ഏറ്റവും കൂടുതൽ ജാതിയും അതുപോലെ വാഴയും അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളാണ് നശിച്ചു പോയിട്ടുള്ളത്. അടിയന്തര സ്വഭാവത്തോടുകൂടി വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വകുപ്പുകളും അലർട്ടായിട്ട് തന്നെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, KSEB ഉണ്ട്, കൃഷി വകുപ്പുണ്ട്, വില്ലേജുണ്ട്, പഞ്ചായത്തും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ വഴിയെല്ലാം തടസ്സം മാറ്റിയിട്ടുണ്ട്. ഇനി അടിയന്തര സ്വഭാവത്തോടുകൂടി KSEB കൂടി പുനഃക്രമീകരിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ അത് കഴിഞ്ഞിട്ട് വേണം പറമ്പുകളിൽ അവരോടൊക്കെ ആലോചിച്ച് നമുക്ക് പഞ്ചായത്തിന് ചെയ്യാവുന്ന എല്ലാവിധ സഹായവും അതിനോടൊപ്പം ഉണ്ടാവും. കറൂറ്റി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ വാർഡ് മെമ്പർ ജിഷ സുനിൽകുമാർ. എൻ്റെ പ്രദേശത്ത് ഏകദേശം ഒരു 10:15 കൂടി ഒരു 10 മിനിറ്റ് നീണ്ടു നിന്ന ഒരു കാറ്റ്
നമ്മുടെ ഈ ഒരു 15ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ഒരു 40-40ലേറെ മരങ്ങൾ ഓരോ വ്യക്തികളുടെയും പോവുകയും, ജാതിയാണ് കൂടുതലും പോയിരിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് ഭരണസമിതി ഒക്കെ നമ്മുടെ MLA അടക്കമുള്ളവർ വിളിച്ചപ്പോൾ തന്നെ ഓടിയെത്തുകയും അവർക്ക് ഒരു ആശ്വാസം പറയുകയും ചെയ്തതിന് ഏറ്റവും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നമ്മുടെ വില്ലേജ് ഓഫീസർ എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവർക്ക് നഷ്ടം ഉണ്ടായിട്ടുള്ള ഈ ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞാൻ 13ാം വാർഡ് മെമ്പർ മിനി ഡേവിസ്. ഇവിടെ ഒരു 10:15 കൂടി വളരെ ഒരു ശക്തമായ ഒരു കാര്യം, ഒരു സൗണ്ട് കേട്ടു. അതിന്റെ പിന്നാലെ തന്നെ ഒരു മൂടുപടലം പോലെ, ഒരു വെളുത്ത പുക പോലെ അതിന്റെ പിന്നാലെ തന്നെ പോയി. അപ്പോൾ എന്താണ് ശബ്ദം കേട്ടതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ മഴയൊന്നുമില്ല, ഒരു ശബ്ദം മാത്രം കേൾക്കാനുള്ളൂ. അപ്പോൾ തന്നെ SD കോൺവെന്റിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ വേഗം വരണം, SD കോൺവെന്റിന്റെ തേക്ക് മറിഞ്ഞ് റോട്ടി കിടക്കാണെന്ന്. ഞാൻ അപ്പം തന്നെ വന്നു നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റിയത്. അതിലുപരി തന്നെ SD കോൺവെന്റിന്റെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഔപ്പാടൻ പൗലോസ് ചേട്ടൻ അവിടെ കൃഷി ചെയ്ത് പണി തുണ്ടിയൊക്കെയായിരുന്നു. തെങ്ങിനൊക്കെ തടം അതിൽ വാഴയ്ക്ക് വളമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു പ്ലാവ് ഒടിഞ്ഞ് പൗലോസ് ചേട്ടൻ വളരെ ഇതായിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, സാഹസികമായിട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഇത് കുറേ നാശനഷ്ടങ്ങൾ 13ാം വാർഡിൽ ഒരുപാട് തേക്ക്, വാഴ, ജാതി ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചു. അതുപോലെ തന്നെ 14ാം വാർഡിലും ഒരുപാട് വീടുകൾ നാശനഷ്ടം സംഭവിച്ചു. തെങ്ങ്, ജാതി, വാഴ എല്ലാം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഇവിടെ ഇത് നടന്നപ്പോൾ തന്നെ എല്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, KSEB, ഫയർഫോഴ്സ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ സ്ഥലം സന്ദർശിക്കുകയും എല്ലാം വന്ന് കാണുകയും അവരുടെ എല്ലാ സഹായത്തിനൊപ്പം കൂടെ ഉണ്ടാവുകയും എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നമുക്ക് പറയാനുള്ളത് ഈ എപ്പോഴും ജനങ്ങളെ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്, എല്ലാ ആവശ്യങ്ങളിലും ജനങ്ങളെ ഒപ്പമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുന്നത്. നമ്മുടെ 9:50, 10 മണിയൊക്കെ ഉള്ളിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ കറുകുറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെയധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യത്തിന് ആളഭയം ഇല്ല എന്നുള്ള സന്തോഷം മാത്രമാണ് ഈ അവസരത്തിലുള്ളത്. അത് കനിഞ്ഞ് സഹായിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ, ഇപ്പോൾ 14ാം വാർഡിലാണെങ്കിൽ ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിലും കൃഷി വില്ലേജ് ഓഫീസർ, അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ സഹായമാണ്. അതിന് എത്രയും പെട്ടെന്ന് MLA അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ഒക്കെ വളരെയധികം സഹകരണത്തോടെ ഈ പ്രശ്നം ഇന്നിവിടെ വളരെ സന്തോഷപൂർവ്വം നടന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയാവുകയുള്ളൂ. നന്ദി, നമസ്കാരം. കറുകുറ്റി പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. കൂടാതെ കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടിയാണ്. 13-14 വാർഡുകളിൽ അതിദാരുണമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരുന്നത്. രാവിലെ 9:45, 10 മണിയോടുകൂടി ഏകദേശം 3 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു ചുഴലിക്കാറ്റ് ഇവിടെ രൂപപ്പെട്ടപ്പോൾ നിരവധിയായിട്ടുള്ള കുടുംബത്തിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 13ാം വാർഡിൽ 14ാം വാർഡിൽ തന്നെ 10ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 13ാം വാർഡിലും പല ഭാഗങ്ങളിലും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൃഷി വളരെ വിപുലമായിട്ട് തന്നെ കൃഷി ഒക്കെ പോയിട്ടുണ്ട്. കൃഷി, ജാതി, തെങ്ങ്, അതുപോലെ തന്നെയുള്ള വാഴ കൃഷി പോലുള്ള കൃഷികളെല്ലാം വളരെ ഏകദേശം ഒരു 5 ഹെക്ടറോളം വരുന്ന പ്രദേശങ്ങളിൽ കൃഷി നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഉണർന്ന് പ്രവർത്തിച്ച ഒരു നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ശ്രീമതി ലതിക ശശികുമാർ അടക്കമുള്ള അതിൻ്റെ ഒരു ടീം അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സന്നദ്ധരായി വന്നിരുന്നു. അതിനുശേഷം MLA വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ഈ കാര്യം ധരിപ്പിക്കുമെന്ന് ഞങ്ങളോടൊപ്പം ഭരണസമിതിയോടും അതുപോലെ നാട്ടുകാരോടും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെയേറെ നല്ലൊരു ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന നാശനഷ്ടങ്ങൾക്കാണ് ഏകദേശം ഒരു വില മതിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന്, മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കർഷകർക്ക് അല്ലെങ്കിൽ ഈ നാശം സംഭവിച്ച വീടുകൾക്കൊക്കെ
ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്ന തരത്തിലേക്ക് MLA ശക്തമായി നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ST കോൺവെൻറ്റ്, അതുപോലെ അമ്പലങ്ങൾ പോലുള്ള ആരാധനാലയങ്ങളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ പ്രതിഭാസത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ വലിയൊരു പ്രയത്നം, അവരുടെ ഇടപെടൽ, വലിയൊരു ക്രിയാത്മകമായ ഇടപെടൽ നമുക്ക് വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷി ഓഫീസറും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെയുള്ള നമ്മുടെ ഫയർഫോഴ്സും അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ ഓഫീസർ അടക്കമുള്ള ആളുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ താല്പര്യം അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേറെ കാര്യങ്ങളൊന്നും മറ്റൊരു ഭാഗത്തേക്കൊന്നും ഈ കാറ്റ് വീശാഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് തോന്നുകയാണ്. 13-ാം വാർഡില് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് വീശിയ മിന്നൽ ചുഴലിക്കാറ്റ് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് വളരെ നഷ്ടപ്പെടലുകളുടെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഇവിടെ വെച്ചിരിക്കുന്ന വാഴ 10,000-3000 വാഴ വെച്ച കർഷകരുടെ വാഴ പോയി. പിന്നെ ഞങ്ങളുടെ ഇതേ തൊട്ടടുത്തുള്ള കപ്പേളയുടെ മുകളിലുള്ള ഷീറ്റുകൾ പറന്നുപോയി. ഇവിടുത്തെ വീടുകളുടെ ഷീറ്റുകൾ പറന്നുപോയി. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു 10-20 തേക്കുകൾ തന്നെ മറിഞ്ഞുപോയി. ഇവരൊക്കെ സംബന്ധിച്ച് ഇവിടുത്തെ ഞങ്ങൾ ഈ 13-ാം വാർഡ് എന്ന് പറഞ്ഞ കർഷകരുടെ വലിയൊരു കൂട്ടായ്മയുള്ള ഏരിയയാണ്. ഇവിടെയാണ് 10, 1000, 2000 വാഴകൾ നശിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ MLA ഇപ്പോൾ വന്നിട്ടുണ്ട്, വാർഡ് മെമ്പർ വന്നിട്ടുണ്ട്, കറുകുറ്റി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, നാട്ടുകാർ വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. എന്നാലും ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാവരുടെയും ശ്രദ്ധ ഈ വാർഡിലേക്ക് വേണമെന്ന് പ്രത്യേകം പറയുകയും അതിനുള്ള സഹകരണങ്ങൾ എല്ലാ ഗവൺമെന്റ് സർവീസിനും ഞങ്ങൾക്ക് കിട്ടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. കാറ്റ് വന്നത്, പക്ഷെ ഞങ്ങളുടെ അകത്ത വളപ്പിലുള്ള മിക്ക മരങ്ങളും തന്നെ കടപഴകി വീണു. പിന്നെ ഒരു 5-6 തേക്കാണ് ഇപ്പുറത്ത് വീണത്. അത് ക്ലിയർ ആക്കാൻ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഉടനെ ഉണ്ടായി. എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് വേഗം ചെയ്തു തന്നു. അകത്ത മരങ്ങളെ കുറിച്ച് ഞങ്ങൾ നോക്കിയിട്ടില്ല. മിക്കവാറും കുറേ ജാതിയും പ്ലാവും ഒക്കെ കടമറിഞ്ഞ് വീണ് കിടപ്പുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ആളപായം ഒന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എല്ലാവരും. ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ഈ കാറ്റിങ്ങനെ വീശിയത്. അപ്പൊ ഈ സമീപ പ്രദേശത്തുള്ള എല്ലാ മരങ്ങളും ഒക്കെ കടപുഴുകി വീണു. നമുക്കറിയാം, ഈ തേക്കുകൾ, കൂറ്റൻ തേക്കുകളാണ് കടപുഴുകി വീണത്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ആളുകളുടെ സഞ്ചാരം ഇല്ലാതെ ഇരുന്നതുകൊണ്ട് വൻ അപകടം തന്നെ ഒഴിവായി. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ST കോൺവെന്റ് ഉണ്ടായിരുന്നു. ആ കോൺവെന്റിലുള്ള എല്ലാ ജാതിയും തെങ്ങും വാഴയും എല്ലാ സാധനങ്ങളും തന്നെ കടപുഴുകി വീഴുകയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടൻ ആ മരത്തിന്റെ അടിയിൽ പെട്ടുപോയതിന് അപ്പോഴത്തേക്കും ആ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ആ വീടിന്റെ തൊട്ടടുത്ത്, പറമ്പിന്റെ തൊട്ടടുത്തുള്ള ഒത്തിരി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ആ കാറ്റ് പോയ വഴിക്ക് എല്ലാം തന്നെ വാഴകളും അതേപോലെ ആളുകൾ കൃഷി ചെയ്ത എല്ലാ കൃഷിയിടങ്ങളും നശിച്ച് ആകെ ഇതായിപ്പോയി. ഉടനെ തന്നെ നമ്മുടെ MLA-നെ വിവരം അറിയിച്ചു. അപ്പോൾ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് അംഗങ്ങൾ, KCBയിലെ ആളുകൾ എല്ലാവരും വന്ന് രംഗത്ത് എത്തുകയും അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ സജീവമായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ നാശനഷ്ടം ഉണ്ടായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതിനൊരു ധനസഹായം നൽകണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി നഷ്ടങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലെല്ലാം തേക്ക് മറിഞ്ഞു കിടക്കുകയാണ്.